നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി KP ശശികല ടീച്ചറാണ് ഇന്ന് അതിഥി. സ്വാഗതം. ഞാൻ ജോലി ചെയ്യുന്ന വല്ലപ്പുഴ പാലക്കാട് ജില്ലയിലെ പാകിസ്ഥാനാണ് എന്നാണ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ പ്രദേശം പാകിസ്ഥാനാണ് എന്ന് തോന്നാൻ കാരണം? പാകിസ്ഥാന് തുല്യമാണ് എന്നുള്ളത് അത് ഒരുപക്ഷെ അതിൽ വിശദീകരണം ആവശ്യമുള്ളൊരു പ്രസ്താവനയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ത്യയുടെ ഹോളിവുഡ് എന്ന് ബോംബെ വിളിച്ചാൽ ബോംബെക്കാർക്ക് പരാതിയില്ല. അത് വരുന്നത് അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതുപോലെ ഞാൻ ചരിത്രാധ്യാപികയാണ്. ഇനി അതല്ലാത്തവർക്കും ഈ ചരിത്രത്തിന്റെ ബാലപാഠങ്ങൾ എല്ലാവർക്കും അറിയാം. ലോകത്ത് ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചേർത്ത് രണ്ടേ രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്ന് പാകിസ്ഥാനാണ്, രണ്ട് കിഴക്കൻ തിമൂറാണ്. എന്റെ ധാരണ ശരിയാണെങ്കിൽ ഇന്ത്യയിലെ തീവ്രവാദ ഭീകരവാദ കേന്ദ്രങ്ങൾ മുറിച്ചു മാറ്റിയല്ല പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചേർത്താണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ്. ഇന്ത്യ പാകിസ്ഥാനെ ശത്രു രാജ്യമായിട്ടാണ് കാണുന്നതും. ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗം ബാക്കിയുള്ള ആര് ഇന്ത്യക്കാരാണോ അതുമാതിരി തന്നെ ഇന്ത്യക്കാരാണല്ലോ. അപ്പോൾ അവർ കൂടുതലായി താമസിക്കുന്ന പ്രദേശം പാകിസ്ഥാൻ. അവരെത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എന്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ സ്ഥാനമുണ്ട്. ഞാൻ ഈ താരതമ്യത്തിന്റെ അസംബന്ധമാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങളാണ്. ശരിയാണ്, മതം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യം. മതം കൂടിയല്ല, മതം മാത്രം. ശരി, മതം അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ പക്ഷേ ഇന്ത്യ ഒരു ബഹുസ്വര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്, ഒരു മതരാഷ്ട്രമല്ല. ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും ഭരണഘടന ഒരേ പൗരത്വവും ഒരേ അവകാശവുമാണ് വിഭാവനം ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, എന്നാലും നമ്മൾ ഒരു പ്രദേശത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തെ പറയാൻ മോസ്കോ എന്ന് പറയാറുണ്ട്. അല്ല, ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശവും ഒരേ പൗരത്വവും തുല്യമായി കൽപ്പിച്ചു നൽകുകയാണ്. ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ വേറൊരു രാഷ്ട്രമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗം അങ്ങനെ പാകിസ്ഥാൻ എന്ന് വിളിക്കപ്പെടേണ്ടവരാണോ? അല്ല, ഇന്ത്യക്കകത്തുള്ള പ്രദേശങ്ങളെ താരതമ്യ പഠനത്തിന് എടുക്കാവൂ എന്നും ഉപമയായി എടുക്കാവൂ എന്നൊന്നും നമുക്കില്ല. ഇതിപ്പോ മറ്റൊരർത്ഥത്തിലല്ല എന്ന് പറഞ്ഞത് കാരണം അതിന്റെ ബാക്കിയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വല്ലപ്പുഴ നിവാസികളെ നന്നാക്കാൻ വേണ്ടി ഇത്രയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായ ഞാൻ. സംസ്ഥാന പ്രസിഡന്റായ മുതൽക്ക് മാത്രമല്ല, ഞാൻ 9ാം ക്ലാസ് മുതൽ ഹിന്ദു സംഘടനാ പ്രവർത്തകയാണ്. ഈ കാലത്തൊക്കെ ഞാൻ പഠിക്കണതും അവിടെ. ഞാൻ വല്ലപ്പോഴേ തന്നെയാണ് ഇതിന്റെയൊക്കെ പാഠങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതെ, ഞാൻ ആ പ്രസംഗത്തിന്റെ ആ ഭാഗത്തേക്കാണ് വരുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ 90% മുസ്ലിം കുട്ടികളാണ്. എന്നോട് അവരെല്ലാവരും സ്നേഹത്തോടുകൂടിയേ പെരുമാറിയിട്ടുള്ളൂ. നോക്കൂ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സംസ്ഥാനമാകെ, ഞാൻ പറയട്ടെ, സംസ്ഥാനമാകെ വിദ്വേഷജനകമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടും ചുറ്റുമുള്ള ആളുകൾ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെങ്കിൽ അവരോടൊരു ബഹുമാനം തോന്നുന്നില്ല. അല്ല, വിദ്വേഷജനകമായ പ്രസംഗം നടത്തിയിട്ടില്ല, വിവേചനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിദ്വേഷജനകം എന്നുള്ളത് എന്റെ അഭിപ്രായമാണ്. ആ പ്രസംഗത്തെ വിദ്വേഷജനകം എന്ന് വിശേഷിപ്പിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് അത് വിദ്വേഷജനകം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആ പ്രസംഗം. ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം ഞാൻ കോട്ട് ചെയ്യാം. ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഹിന്ദുവിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ നമ്മൾ പ്രതികരിച്ചാൽ എന്താണ് അവസ്ഥയെന്ന് ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ അവരെ കൊണ്ടത് ചിന്തിപ്പിക്കണം. അനുഭവങ്ങളിൽ നിന്ന് അവർ പാഠം പഠിക്കണം. ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ട് ജീവിക്കുന്ന ആരും ഇവിടെ ഇല്ല, അത്തരത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് ഈ പറഞ്ഞ പോലെ ഏതോ അത് ഈ പറഞ്ഞ മാതിരി യൂട്യൂബിലിടുന്നത് എങ്ങനെയാണ്? ഒരു തലയ്ക്കുന്ന ഒന്നെടുത്തു, മറ്റൊരു തലയ്ക്കുന്ന പൂർണ്ണമായ പ്രസംഗം, ഒരു മണിക്കൂറിലധികം ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ടല്ല. പൂർണ്ണമായും ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ട് മുസ്ലിമിന്റെ സൗമനസ്യം കൊണ്ട് ഹിന്ദുവെ ജീവിക്കുക എന്നുള്ളതല്ല. ഇവിടുത്തെ ഭൂരിപക്ഷം, ഇവിടെ മറ്റിപ്പോ ഒരു പാകിസ്ഥാനിലൊരു ഭൂരിപക്ഷം ഉണ്ട്, അവിടുത്തെ ന്യൂനപക്ഷത്തിന് ഒരു പക്ഷേ പൗരാവകാശങ്ങൾ പോലും അവിടെ ലഭ്യമല്ല. ഹിന്ദുവിന്റെ സൗമനസ്യം കൊണ്ട് ഇവിടെ ജീവിക്കുന്നവർ എന്ന് ന്യൂനപക്ഷങ്ങളെ വിശേഷിപ്പിക്കാൻ പാടുണ്ടോ? അത് ഏതർത്ഥത്തിൽ? നമ്മൾ ഒരു വാക്കെടുത്തിട്ട് ഇത് കുട്ടികൾ മുറിച്ച് പഠിക്കുന്ന ഒരു പാഠപുസ്തകത്തിന്റെ അർത്ഥം എടുത്ത് പഠിക്കുന്ന രൂപത്തിലല്ല. ആ വാചകത്തിന് ഒരർത്ഥമല്ല ഉള്ളത്. അത് ഏത് സാഹചര്യം, നമ്മൾക്ക് ഓരോ കാര്യത്തിലും ഏത് സാഹചര്യത്തിൽ അല്ല, ഏത് സാഹചര്യത്തിലല്ല. ഈ രാജ്യത്ത് ഒരേ വാചകം ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും ഒരേ അർത്ഥമല്ല ഉള്ളത്. നമ്മൾ പ്രതികരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നവർ മനസ്സിലാക്കണം. ഇല്ലേ അവരെ അത് മനസ്സിലാക്കിക്കണം. അനുഭവങ്ങളിൽ നിന്ന് വേണം അവർ പഠിക്കാൻ. അങ്ങനെയൊന്നും
ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് അവിടുന്ന് ഇവിടുന്ന് വാചകങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഞാൻ ആ പറഞ്ഞ അനുഭവങ്ങൾ വാചകം കൊണ്ട് കേൾപ്പിക്കാം. ഹിന്ദുവിന്റെ സൗമനസ്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചു പോകുന്നവര് ഹിന്ദുവിന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാക്കിയാൽ നമ്മൾ പ്രതികരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കണം, കപട മതേതരക്കാർ ചിന്തിക്കണം, അല്ലെങ്കിൽ അവരെ ചിന്തിപ്പിക്കണം. അനുഭവങ്ങളിൽ നിന്ന് അവര് പാഠം പഠിക്കണം. നമ്മൾ പ്രതികരിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളത് എന്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് മാറാടുമായി ബന്ധപ്പെട്ടാണ്. അത് മാറാടുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം കാസർഗോഡ് നടത്തിയത് അതെ, മാറാടുമായി 2003 മാറാട് നടന്ന പ്രസംഗം, മറ്റേ കാസർഗോഡ് നടന്ന പ്രസംഗത്തിലാണ് ഇത് സൂചിപ്പിച്ചത്. 2003 അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു അബൂബക്കറിന്റെ കുടുംബത്തിന് 8 പേരെ കൊല്ല, അത് നിങ്ങൾ ന്യായീകരിക്കുന്നു. മാറാട് മരിച്ചത് 8 പേരാണ്. അപ്പൊ 1-ന് 8 എന്ന നിലയിൽ തിരിച്ചടിക്കാം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ സിദ്ധാന്തം ഞങ്ങൾ ഈ സിദ്ധാന്തം എന്ത് പറഞ്ഞു, ഞങ്ങളെ അനാവശ്യമായ കണക്കുകൾ, ഞാൻ അങ്ങനെ തന്നെ എനിക്ക് നല്ല ഓർമ്മ, ഞങ്ങളെ അനാവശ്യമായ കണക്ക്, അതിന്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. അല്ല ഫുള്ളില്ല, നിങ്ങൾ യൂട്യൂബിൽ വന്നതല്ലേ പറയുന്നത്. ഇതേ വാചകം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയാം. 1-ന് 8 ആയിട്ട് തിരിച്ചടിച്ചു, ഞങ്ങൾ തിരിച്ചടിച്ചാൽ പറയൂ, പറഞ്ഞു എനിക്ക് ഏതർത്ഥത്തിലാ പറഞ്ഞത് എനിക്ക് ഫുൾ വീഡിയോ ഉണ്ട്. നിങ്ങൾ പറയുന്നത് 1-ന് 8 എന്ന് നിങ്ങൾ പറഞ്ഞ കണക്ക് ഞങ്ങളെ പഠിപ്പിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും. അന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ പറയുന്നു മാറാട് 8 പേരാണ് കൊല്ലപ്പെട്ടത്. ശരിയാണ്, നമുക്കറിയാം മാറാട് 8 പേരാണ് കൊല്ലപ്പെട്ടതെന്ന്. പക്ഷെ പ്രസംഗത്തിൽ പറഞ്ഞത് 25 പേരാണെന്നാണ്. ഒരു അബൂബക്കറിന്റെ ജീവന് വിലയായിട്ട് 25 എണ്ണത്തിനെ വെട്ടിയെറിയാൻ ഇസ്ലാമിക തീവ്രവാദികൾക്ക് അധികാരമുണ്ട്. അബൂബക്കറിനെ കൊന്നതിന് 25 പേരുടെ ജീവനെടുത്തു. 1:25 എന്ന ഫോർമുല ഹിന്ദു നടപ്പാക്കിയാൽ എവിടെ നിന്ന് 1:25 പേരെയാണ് വെട്ടിയത്. കൃത്യമായി മറ്റു പല പ്രസംഗങ്ങൾ 8 പേര് മരിച്ചെങ്കിലും 15-16ഓളം പേർ, അതെ 15-16ഓളം പേര് ജീവൻ രക്ഷപ്പെട്ടത് അവരുടെ ആയുസിന്റെ ബലം കൊണ്ടാണ്. ജീവച്ഛവങ്ങളാകിയ 10-16 ഇന്നും 25 പേരുടെ ജീവൻ എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല, എടുത്തു എന്ന് പറഞ്ഞു. 1:25 എന്ന ഫോർമുലയിൽ ഹിന്ദു കണക്ക് വീട്ടാൻ തുടങ്ങിയാൽ എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ 5 നമുക്ക് 25 എന്ന നിലയിൽ ഉണ്ടായതൊന്നും മതിയാവില്ല, കൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇത് കലാപാഹ്വാനമല്ല. അതെങ്ങനെ ഈ 1:25 അംഗീകരിച്ചാൽ 8 പേര് മരിച്ചു, ബാക്കി ജീവച്ഛവങ്ങളായി. അത് അംഗീകരിച്ചത് അത് ഞങ്ങളോട് പറഞ്ഞാണ്. നിങ്ങൾ മിണ്ടണ്ട. 8 പേര് മരിച്ചാലും 15 പേര് ജീവച്ഛവമായാലും നിങ്ങൾ മിണ്ടണ്ട, കാരണം ഹിന്ദുവല്ലേ. 153A IPC അനുസരിച്ച് കേസെടുക്കാൻ യോഗ്യമല്ല ഈ പ്രസംഗം എന്ന് കരുതുന്നു. അല്ല, 153A വെച്ചിട്ട് കേസെടുക്കാൻ യോഗ്യമല്ല എന്ന് കേസെടുക്കുക, അതൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ അതിനൊന്നും തള്ളിയിട്ടില്ല. കേസെടുക്കണമെങ്കിൽ കേസെടുക്കാം, അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ജയിലിൽ അടയ്ക്കണമെങ്കിൽ ജയിലിൽ അടയ്ക്കാം. ഒരു പ്രസംഗം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പഠിച്ചു വന്നേക്കണം. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്ന് ഇന്നൊരു ഹിന്ദുവിന് മനസമാധാനത്തോടെ തൊഴാനാകുമോ? കേരളത്തിലെ 55% ഹിന്ദുക്കളിൽ ആരെങ്കിലും അമ്പലത്തിൽ പോയി മനസമാധാനത്തോടെ തൊഴാതിരിക്കുന്നുണ്ടോ? ഇതൊന്ന് കേൾക്കൂ. ഇത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കും. എനിക്ക് ഓർമ്മയില്ല, ഞാനിതൊന്നും ബോധമില്ലാതെ പറയണതല്ല. മറ്റേ ഗുരുവായൂർ അമ്പലത്തില്, ശബരിമലയില്, ഇതടക്കമുള്ള പല സ്ഥലങ്ങളിലും ഭീകരവാദ ഭീഷണി ഉണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഇത്തരത്തില്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ മനസമാധാനത്തോടെ തൊഴാൻ ഈ വാർത്ത വന്ന ആ സമയത്ത് കുട്ടിയുടെ മുലക്കുപ്പി പോലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കിടക്കുമ്പോൾ കുട്ടിക്ക് കുടിക്കാനുള്ള പാല് പോലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ വാങ്ങി നോക്കുന്ന അവസ്ഥയായിരുന്നു. ഞാൻ അതിന്റെ ബാക്കി അമ്പലത്തിൽ ചെന്നാൽ അതിർത്തിയിൽ ചെന്നത് മാതിരിയാണ്. ആരെ പേടിച്ചാണ് ഈ സുരക്ഷ? നിൽക്കട്ടെ. അതിനുശേഷം ഹിന്ദു ഉണർന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സൊന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും പള്ളിയുടെ അടുത്തുകൂടി നടക്കാൻ പറ്റുമോ ഇവർക്ക്? ശരിയല്ലേ? ഇങ്ങനെ പ്രസംഗിക്കാൻ മനസ്സ് വിചാരിച്ചിട്ടില്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ നിൽക്കുന്നതും അവർ ആരാധനാലയങ്ങളിൽ പോകുന്നതും ആരുടെയെങ്കിലും ഔദാര്യത്തിലാണ്. തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് ഞാൻ 2 തന്നാൽ നീ ഇവിടുന്ന് നീക്കില്ല എന്ന് പറയും. അത് തല്ലാണ്ടിരിക്കാനാ. ഞാൻ തന്നെ 2 തന്നാൽ നീ ഇവിടുന്ന് നീക്കില്ല. ചിലപ്പോ എന്റെ മക്കളോടും പറയും, എനിക്ക് 3 ആൺകുട്ടികളാ, ഞാൻ 2 തന്നാൽ നീ ഇവിടുന്ന് നീക്കില്ല എന്ന് പറഞ്ഞ് തല്ലാൻ പഠിച്ചിട്ടാ. തല്ലാൻ ആൾക്ക് മുൻകൂട്ടി പറയണ്ട, വടിയെടുത്തിട്ട് കൊടുത്താൽ മതി. അതന്നെ എന്റെ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക. 2 തന്നാൽ സമൂഹത്തിൽ തന്നെ 2 തന്നാൽ ഇവിടുന്ന് നീക്കില്ല എന്ന് പറയണത് തല്ലാണ്ടിരിക്കാൻ കുട്ടിക്ക് മനസ്സിലാകണം. വ്യക്തിപരമായ കാര്യം, ഇതൊരു സമുദായത്തെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ആർക്കായാലും മനസ്സിലാകണം. വിചാരിച്ചാൽ ഒരു പള്ളിയുടെ അടുത്തുകൂടി നടന്നു പോകാൻ കഴിയുമോ ഇവർക്ക് എന്ന് പറഞ്ഞാൽ പച്ചയായ ഭാഷയിൽ ഇന്ത്യയിലെ 10-14% വരുന്നവരുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ഭീകരവാദം നടത്തുന്നവരെ പേടിച്ചിട്ടാണ് ഇത്രയും ഈ അമ്പലങ്ങൾ മുഴുവൻ നമ്മൾ കാത്തുകൊണ്ടുവരുന്നത്. ഈ പ്രസംഗങ്ങളിലൊക്കെ വസ്തുതാപരമായ
കാര്യങ്ങളല്ലാത്തവ വന്നാൽ അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുമോ? തീർച്ചയായും. വസ്തുതാപരമല്ലെങ്കിൽ തിരുത്തും. ചരിത്രാധ്യാപികയാണല്ലോ. തീർച്ചയായും. ആ ചരിത്രാധ്യാപിക ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചരിത്രം പറഞ്ഞു കൊടുത്താൽ അവരുടെ സ്വഭാവ രൂപീകരണ ഘട്ടത്തിൽ എന്താകും എന്ന ആശങ്ക വല്ലപ്പുഴ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, 36 വർഷം എന്റെ കയ്യിലൂടെ കടന്നുപോയി. 36 വർഷത്തെ കുട്ടികൾ എന്റെ കയ്യിലൂടെ കടന്നുപോയി. ഇന്നും അവര് പറഞ്ഞിട്ടില്ല. ഇന്നും കാരണം എനിക്ക് അനുഭവം ഇതേ ആളുകൾ ശശികല ടീച്ചറുടെ ക്ലാസ്സിലാക്കണം എന്നേ എന്നും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം, ശശികല ടീച്ചർക്ക് എങ്ങനെ ചരിത്രാധ്യാപികയാകാൻ കഴിയും? കാരണം കൃത്യമായ മുൻവിധികളുള്ള ഒരാൾ പഠിപ്പിക്കുന്ന ചരിത്രം കൃത്യമായ മുൻവിധികളുള്ള ചരിത്രമായിരിക്കുമല്ലോ. ഇന്ത്യയിലെ ചരിത്ര പുസ്തകങ്ങൾ എന്നേക്കാൾ മുൻവിധിയുള്ളവർ എഴുതപ്പെട്ട ചരിത്ര പുസ്തകങ്ങളാണ്. ഈ മനസ്സോടെയാണ് പഠിപ്പിക്കുന്നത്. വളരെ കൃത്യമായ മുൻവിധികളാൽ എഴുതപ്പെട്ട ചരിത്ര പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പഠിപ്പിച്ച ചരിത്രം അവിടെ നിൽക്കട്ടെ, പ്രസംഗങ്ങളിൽ കേട്ട ചരിത്രം ഞാൻ പറയാം. ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം, ഒരൊറ്റ പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗം കേട്ട് അതിൽ ചരിത്ര സംബന്ധിയായി ചരിത്രാധ്യാപികയായ ശശികല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതിലെ ഒരു വാചകം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 3 കഷ്ണം തുന്നിക്കെട്ടിയ ഒരു തുണിയാണത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു ദേശീയ പതാക രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പതാക നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭഗവദ്ധ്വജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടും അത് പൂർണ്ണമായും തള്ളി ഇങ്ങനെ 3 കഷ്ണം തുണി തുന്നിയ ഒരു പതാക ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഏത് ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ടീച്ചർ അങ്ങനെ ഒരു നിലപാടെടുത്തത്? പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു. 7 അംഗങ്ങളുള്ള പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു. പതാക നിർണയ കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ പതാകയെ ഇത്തരം ഒരു പതാകയെ അവർ സജസ്റ്റ് ചെയ്തിട്ടില്ല. അവരെല്ലാവരും സജസ്റ്റ് ചെയ്തത് കാവി പതാക. ഞാൻ വിശദീകരിക്കട്ടെ. 1947 ജൂൺ 3 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ദേശീയ പതാക തീരുമാനിക്കാൻ ഒരു അഡ്ഹോക് സമിതിയെ വെക്കുന്നത്. ഓക്കെ, ആ പതാക സമിതിയുടെ അംഗങ്ങൾ ഇവരൊക്കെയാണ്: രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, സി രാജഗോപാലാചാരി, കെ മുൻഷി, ബി ആർ അംബേദ്കർ. ഇവർ ഏകകണ്ഠമായാണ് ഈ ത്രിവർണ പതാക ശുപാർശ ചെയ്തത്. അല്ലാതെ ഒരാളും ഭഗവദ്ധ്വജമാണ് ഇന്ത്യയുടെ പതാകയാവേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്നും നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇന്ന് സോണിയാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാളെ ഇത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതുപോലെ അന്ന് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു അഭിപ്രായം വരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സാധ്യമല്ല. അവിടുത്തെ ചർച്ചകളിൽ എന്തോ പറഞ്ഞോട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യം അവിടുത്തെ ചർച്ചകളിൽ എന്ത് തന്നെ പറഞ്ഞാലും ചരിത്രാധ്യാപികയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ രേഖകളാണ്. ആ രേഖകൾ അവരുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളിൽ ഈ ദേശീയ പതാകയ്ക്ക് വേണ്ടിയുള്ള അഡ്ഹോക് സമിതിയിലെ അംഗങ്ങൾ മുഴുവൻ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണിത്. അവരെ കൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ടേ വരാവൂ എന്നൊരു സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതാണ്. ടീച്ചർക്കറിയാമല്ലോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ തീരുമാനങ്ങളല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകൾ ഡോക്യുമെന്റഡ് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകൾ നമുക്കും വായിക്കാം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകളിൽ എവിടെയെങ്കിലും പറയാം, ഈ ത്രിവർണ പതാകയ്ക്ക് പകരം ഭഗവദ്ധ്വജമാണ് വേണ്ടത് എന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചയിൽ എവിടെയാണ് പറയുന്നത്? അല്ലെങ്കിൽ കാവിയാണ് വേണ്ടത് എന്ന് എവിടെ പറഞ്ഞു? ഒരാളും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം കാവി പതാകയാണ്. ഒരാളും പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മാത്രം പറയുന്നല്ലോ. എത്രയോ മറ്റേ ഗ്രന്ഥാപരണ എത്രയോ ലേഖനങ്ങളിലൂടെ കൃത്യമായി അവര് നിർദ്ദേശിച്ചത്. അതിപ്പോ ഈ മറ്റേ ദേശീയഗാനത്തിന് വന്ന പോലെ തന്നെയാണ്. ഒറ്റയടിക്ക് പറഞ്ഞത് അല്ല. ദേശീയഗാനത്തിന്റെ കാര്യം ഞാൻ പറയാം. ദേശീയഗാനത്തിന്റെ കാര്യം ഞാൻ പറയാം. ചരിത്രാധ്യാപികയായ ടീച്ചർ ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് 3 കഷ്ണം തുണി എന്ന് വിശേഷിപ്പിച്ച് ഇങ്ങനെയാണ് ഇതിന്റെ കഥ എന്ന 100% വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞാൽ ഒരു തലമുറ അതിനെ എങ്ങനെയാണ് കേൾക്കേണ്ടത്? എങ്ങനെയാണ് ആ ചരിത്രം പഠിക്കേണ്ടത്? മനസ്സിലായിക്കോളും. ആ പറഞ്ഞത് എന്താണ് എന്നുള്ളത് എങ്ങനെയാലും അവർക്ക് മനസ്സിലായി. അത്തരം കാര്യങ്ങളൊന്നും തിരുത്തില്ല. എന്തിനാ തിരുത്തുന്നത്? എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി ചരിത്രത്തിൽ നിന്ന്, ചരിത്രാധ്യാപികയായതുകൊണ്ട്. ദേശീയഗാനത്തിന്റെ കാര്യം ഇപ്പോഴും പറഞ്ഞല്ലോ. ടീച്ചർ ദേശീയഗാനത്തെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യയുടെ ദേശീയഗാനത്തെക്കുറിച്ച് ശ്രോതാക്കളോട് പറയുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷ് രാജാവിനെ സ്വാഗതം ചെയ്യാൻ രൂപീകരിച്ച ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ സ്തുതിഗീതമാണ് ഇപ്പോഴും നമ്മൾ ജനഗണമന
എന്ന ദേശീയ ഗാനമായി പാടുന്നതെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അതിന്റെ പ്രസ്താവം? വസ്തുതയുടെ അടിസ്ഥാനം ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ? എത്രയോ കാര്യങ്ങൾ പറയാം. കാരണം അത് രചിക്കപ്പെട്ടത് എന്തിന്? ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ